അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊടുതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വാക്ക് വല്ലാത്തൊരു വാക്കാണ്. മാ ബലഗ മിൻ കരമിൻ അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു പോലെ കൊടുതി നൽകുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രമാത്രം കൂടുതൽ ഉണ്ടായിട്ടല്ല, ഉള്ളതൊക്കെയും അവിടെ നിന്ന് ഇങ്ങനെ സ്വതക്ക് കൊടുക്കുകയാണ്. എത്രത്തോന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന കാന ലൈസ ലഹു മാലുൻ ദൂനന്നാസ് വന്നാസു ഫീ മാലിഹി ശുറക്കാവ്. വല്ലാത്തൊരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർക്ക് മനുഷ്യന്മാർക്ക് കൊടുക്കാത്തതായൊരു പണം ബഹുമാനപ്പെട്ടവരുടെ കയ്യിലുണ്ടായിട്ടില്ല. എങ്ങനെങ്കിലും പണം ഉണ്ടായാൽ അപ്പം തന്നെ അത് രണ്ടാൾക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കും. അതാണ് ബഹുമാനപ്പെട്ടവർ ജീവിതം. എത്തോടത്തോളെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരെ പണത്തിൽ മറ്റുള്ളവർക്ക് പോലും കൂറുള്ളത് പോലെയാണ്. ഇത് എൻ്റെ പണമല്ല, ഇത് മറ്റൊരുത്തൻ്റെ പണം എന്ന രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ചെലവ് ചെയ്തിരുന്നത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ആര് ബഹുമാനോട് എന്തു ചോദിച്ചാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് കൊടുക്കുമായി. ഒരുപോലും ബഹുമാനപ്പെട്ടവർ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഞാനൊരു ഫക്കീറായി പോകുമോ, എനിക്കില്ലാതെയായി പോകുമോ എന്ന് പറഞ്ഞ് ഒരിക്കലും ബഹുമാനപ്പെട്ടവർ അവിടുന്ന് സൂക്ഷിച്ചതായി നമ്മളെ കണ്ടിട്ടേയില്ല. കിട്ടിയ പണങ്ങളെല്ലാം കിട്ടുന്നതെല്ലാം അവിടുന്ന് കൊടുക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ കൊടുതിയെക്കുറിച്ച് ധാരാളം നല്ല സംസാരങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം. ഇതിനൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അല്ലാഹു നമുക്കും ചിലതൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല, എന്നാലും നമ്മളെ കൊണ്ട് സാധിക്കുന്നൊരു അവസ്ഥയുണ്ട്, സാധിക്കുന്ന രീതിയിലൊരു കൊടുതിയുണ്ട്. അത് നാം കൊടുത്തിട്ടുണ്ടോ, നാം വീട്ടിയിട്ടുണ്ട് എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അതെ, അള്ളാഹു തരുന്നത് പലപ്പോഴും അത് കേവലം നമ്മൾക്ക് മാത്രമുള്ളതല്ല. അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെതാണ് പണം. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരിക്കലും പോലും ഞാൻ ഫക്കീറായി പോകുമോ, എന്നൊന്ന് തീർന്നു പോകുമോ എന്നൊരിക്കലും നാം ഭയന്നു പോകരുത്. തരുന്നവന് റബ്ബാണ്. അള്ളാഹുവിൻ്റെ ഖസാഇൻ ധാരാളമുണ്ട്. അത് വീണ്ടും വീണ്ടും കൊടുക്കുന്നതോളം അള്ളാഹു നമുക്ക് ഇരട്ടിപ്പിച്ചു തരും. ഇവിടെ ആരും സ്വതക്ക് കൊടുത്തിട്ട് ആരും പാപ്പറായിട്ടില്ല, ആരും ഫക്കീറായിട്ടില്ല, ആരും മിസ്കീനായിട്ടില്ല. കൊടുത്തവരൊക്കെയും വിജയിച്ചിട്ടേ ഉള്ളൂ. കൊടുത്തവരൊക്കെയും ഉന്നതിയിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടുള്ളൂ. അവർക്ക് വീണ്ടും വീണ്ടും അള്ളാഹു ബറക്കത്തേ ചെയ്തിട്ടുള്ളൂ. ആരെയും കൊടുത്തതിൻ്റെ മേലിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് പൂർണ്ണമായി എല്ലാം അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് നമ്മുടെ ഈമാൻ അത്രത്തോളൊന്നുമില്ല. സ്വഹാബാക്കളുടെ ഈമാൻ, ആരിഫീങ്ങളുടെ ഈമാൻ അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ, അതേ നമുക്ക് കഴിയുന്ന രീതിയിൽ ഒരു സ്വതക്കയുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവരെ കാണാൻ നാം സമയം കണ്ടെത്തണം. നമുക്ക് എങ്ങനെയാണോ അവരെ സഹായിക്കുക, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. അതെങ്ങനെയാണെന്ന് കരുതി അത് ചെയ്യുന്നവരാകണം. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയൊരു സ്ഥാനമുള്ളതാണ്. അതൊരു തൗഫീഖ് തന്നെയാണ്. കൊടുക്കാൻ വേണ്ടത് പണമല്ല, നല്ല വിശാലമായ മനസ്സാണ്. എത്രയോ ആൾക്ക് ധാരാളമുണ്ട്, പക്ഷേ അവരൊന്നും കൊടുക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് അതേ സമയത്ത് കുറേ ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ കൂടുതലൊന്നുമില്ല, പക്ഷേ അവർ ധാരാളം കൊടുക്കുന്നു. എന്തേ വ്യത്യാസം? അതേ, കൊടുക്കാൻ വേണ്ടത് പണമല്ല, ഒരു വിശാലമായ മനസ്സാണ്. ആ നല്ല തവക്കുലിൻ്റെ ചിന്തയാണ്. കൊടുത്തതിൽ എനിക്ക് നഷ്ടപ്പെടില്ല, റബ്ബാണ് തന്നത്, തിരിച്ചു തരും. ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്ത് എന്നുള്ള ഈമാനാണ് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അവർ ഇത്രമാത്രം കൊടുത്തിട്ടുള്ളത് എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.